നസ്കർ മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ട്രെയിനിന് മുമ്പിൽ ജീവനൊടുക്കിയ ഷൈനിയുടെയും മക്കളുടെയും അകാല വിയോഗവുമായി ബന്ധപ്പെട്ട് ചിലരെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഭർത്തൃ വീട്ടുകാരുടെ പീഡനം സത്യമാണ്, അത് വിമർശിക്കപ്പെടേണ്ടതാണ്, അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ ഷൈനിക്ക് വേണ്ടത്ര പിന്തുണ ഷൈനിയുടെ വീട്ടുകാർ കൊടുത്തിരുന്നു എന്ന സംശയം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട്. ഞങ്ങളുടെ ലേഖകൻ ഈ സംഭവ സ്ഥലങ്ങളിലെല്ലാം പലതവണ പോയി പലരോടും സംസാരിച്ചതാണ്. ഷൈനിയുടെ വീട്ടുകാരുടെ സമീപനവും തണുത്തതാണ്. ഷൈനിക്ക് നീതി നേടണം, ഷൈനിക്ക് കൊലയ്ക്ക് കൊടുത്ത നോബിയും നോബിയുടെ സഹോദരനായ ഫാദർ ബോബിയും ഒക്കെ ശിക്ഷിക്കപ്പെടാനുള്ള വാശി ഷൈനിയുടെ വീട്ടുകാർക്കില്ല എന്ന ആശങ്ക തോന്നുന്ന തരത്തിലാണ് പലരുടെയും സമീപനം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്നലെ പെട്ടെന്ന് നോബി അറസ്റ്റ് ചെയ്തപ്പോൾ അത്ഭുതം പലർക്കും തോന്നിയത്. അങ്ങനെ ഒരു പിടിവാശി, ഷൈനിയുടെയും മക്കളുടെയും ജീവൻ നഷ്ടപ്പെട്ടതിനെ ശിക്ഷ അനുഭവിക്കുന്ന പിടിവാശി ഷൈനിയുടെ വീട്ടുകാർക്കുള്ളതായി ഷൈനിയെ സ്നേഹിക്കുന്ന ആർക്കും തന്നെ തോന്നുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ തണുത്ത സമീപനം പലപ്പോഴും ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഞങ്ങളുടെ ലേഖകൻ ഇന്നലെ ഷൈനിയുടെ പിതാവ് കുര്യാക്കോസിനോട് വളരെ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ സംസാരിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കി. അവർക്കൊരു വാശിയോ വീറോ ഒന്നും ഈ കാര്യത്തിലില്ല. എന്ന് മാത്രമല്ല, ഏതാണ്ട് 9 മാസം മുമ്പ് ഭർത്തൃ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെത്തിയ ഷൈനി പെട്ടെന്ന് മരണം തെരഞ്ഞെടുക്കാനുള്ള പ്രകോപനം എന്താണ്? പല വാർത്തകൾ കേട്ടിരുന്നു. അന്നാണ് ഈ നോബി ഇറാഖിലേക്ക് തിരിച്ചു പോയത് എന്ന വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് നോബി വന്നിരുന്നോ എന്നൊരു ആശങ്കയ്ക്ക് പലരും പറഞ്ഞു. പക്ഷേ നോബി വന്നിരുന്നില്ല എന്ന് ഈ ഷൈനിയുടെ പിതാവ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ടെലിഫോണിൽ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാധ്യതയൊക്കെ വിരളമാണ്. കാരണം ഇവർ തമ്മിൽ കേസ് നടക്കുകയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ പുറത്തുവിട്ട ഒരു ശബ്ദരേഖയിൽ പറയുന്നുണ്ട്, ഒരു നോട്ടീസ് പോലും അവർ കൈപ്പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ്? തീർച്ചയായും നോബി കുറ്റക്കാരനാണ്. പീഡിപ്പിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്, വളരെയധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നോബിയുടെ പിതാവും നോബിയുടെ ചേട്ടനായ പള്ളിയിലച്ഛനുമൊക്കെ അങ്ങേയറ്റം മോശമായി പെരുമാറി അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അതിനുള്ള കരുതലും സംരക്ഷണവും ഷൈനിയുടെ സഹോദരങ്ങളോ സഹോദരിയോ ഷൈനിയുടെ വീട്ടുകാരോ കൊടുത്തിരുന്നോ? ഷൈനി വളരെയേറെ കഷ്ടപ്പെട്ട് ആണ് ജീവിച്ചത്. അമ്മ മാത്രമേ തനിക്കൊപ്പമുള്ളൂ എന്ന് ഷൈനി പറയുമായിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ട് വാഴക്കൊല ചുമന്നും പശുവിനെ വളർത്തിയും കോഴി വളർത്തിയും പന്നിയെ വളർത്തിയും ഒക്കെയാണ് ഷൈനി മക്കളെ പോറ്റിയിരുന്നത്. ഷൈനിക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു, സാധിച്ചില്ല. പല സാഹചര്യങ്ങളിലും അവർ അവഗണിക്കപ്പെട്ടു. പ്രത്യേകിച്ച് നോബിയുടെ സഹോദരനായ ഫാദർ ബോബി ഇവർക്കൊരു ജോലിയും കിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇതൊക്കെ സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും വേണ്ടത്ര പിന്തുണ ഷൈനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിരുന്നോ? ആ പിന്തുണ കിട്ടാതിരുന്നത് കൊണ്ടല്ലേ ഷൈനി പെട്ടെന്ന് മരണം തെരഞ്ഞെടുത്തതെന്ന് ചോദ്യം പ്രസക്തമാണ്. ഇവിടെ പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു ശബ്ദരേഖയുണ്ട്. ഒരു പള്ളിയിലച്ചൻ, കോട്ടയം രൂപതക്കാരൻ ഒരു പള്ളിയിലച്ചൻ, അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പള്ളിയിലച്ചൻ വളരെ വൈകാരികമായി സംസാരിച്ചൊരു കാര്യം. അദ്ദേഹം പറയുന്നു, ഷൈനിയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് ഭർത്തൃ വീട്ടുകാരെ പോലെ തന്നെ ഷൈനിയുടെ വീട്ടുകാർക്കും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബഹളത്തിനപ്പുറത്തേക്ക് ഇതൊരിടത്തും എത്താൻ പോകുന്നില്ല. 2, അനാവശ്യമായി കാരിത്താസ് ആശുപത്രിയെ പിടിച്ചിടുന്നു എന്നാണ് ഈ പള്ളിയിലച്ഛൻ്റെ പരാതി. എനിക്ക് കാരിത്താസ് പള്ളിയിൽ അപേക്ഷ കൊടുത്തിരുന്നു, ജോലി കിട്ടിയിരുന്നില്ല. പക്ഷെ അവർക്കതിൻ്റെ ന്യായമുണ്ട്. അതുപോലെ പല സ്ഥാപനങ്ങളിലും ജോലിക്ക് അപേക്ഷിച്ചിരുന്നു, കിട്ടിയിരുന്നില്ല. പക്ഷേ അതല്ല മരണകാരണം. പലപ്പോഴും വിമർശനം ഉണ്ടാവുന്നത് ഈ ആശുപത്രിയുടെ കുഴപ്പം കൊണ്ട് മരിച്ചു എന്ന നിലയിലാണ്. അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഈ അച്ഛൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. പ്രത്യേകിച്ച് പള്ളിയിലച്ഛന്മാർ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലതേ എന്ന വിഷയം അദ്ദേഹം ഉയർത്തുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ വികാരി അച്ഛൻ്റെ അടുത്താണ് ഭാര്യയും ഭർത്താവും ചെല്ലുന്നത്. അവരെ ഒരുമിപ്പിക്കാൻ സംയോജിപ്പിക്കാനൊക്കെ കൗൺസിലിംഗ് നടത്തുന്ന പള്ളിയിലച്ഛനാണ്. എന്നാൽ ഈ അച്ഛൻ പറയുന്നു ഇത് തലവേദനയാണ്. അച്ഛൻ ഈ വിവരങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കാൻ നിർബന്ധിതനാണ്. പക്ഷേ പിന്നീട് അത് കേസാകുമ്പോൾ അച്ഛൻ അതിൻ്റെ പിന്നെ പ്രതിയാകും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ ബോബി അച്ഛനെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊരു വാദം ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഇവിടെ നോബിയുടെ സഹോദരൻ ഫാദർ ബോബിയെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. അദ്ദേഹം ഒരു വില്ലൻ തന്നെയാണ്. വില്ലൻ വേഷം കെട്ടിയാണ് അദ്ദേഹം ഇവിടെ അഴിഞ്ഞാടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി പ്രതിയാക്കേണ്ടതുണ്ട്, ശിക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇത് ഉയർത്തുന്ന ചില വിഷയങ്ങളുണ്ട്. അതൊരു സ്ത്രീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താവുമായി ഭിന്നത ഉണ്ടാകുമ്പോൾ, ഭർത്തൃ വീട്ടുകാർ മാത്രമല്ല ഭാര്യ വീട്ടുകാരും അവരെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർക്ക് മരണം അഭയമായി കണ്ടെത്തേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഷൈനി പോയതാണോ? അതുപോലെ തന്നെ പള്ളിയിലച്ഛന്മാർക്ക് ഇത്തരം കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം രൂപതയിൽ ഒരു അച്ഛൻ പറയുന്ന വൈകാരികമായ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുക. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല. 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് ഒക്കെ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട്. ഇടവക വികാരി ആ ആശുപത്രി തന്നെ സേവനം ചെയ്യുന്ന പാസ്റ്റൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്.
അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട്, കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞത് പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞത്, ഈ ജോലി കിട്ടണോ വേണ്ടതെന്ന്. മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല, കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിലും ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ കെയർ ഹോമാണ്, അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടെയുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് അവിടെ നിന്നുള്ള വേർഷനാണ്. ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസ്തരായത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇത് കാരിത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം. കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിന്റെ അടുത്താണ്. ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ല എന്ന് പറയാനും പറ്റും. ഇത്രയും നാളും പിടിച്ചു തന്നു. ഇനി ഒരു പെട്ടെന്നുള്ള ബോധത്തിൽ തലേദിവസത്തെ പ്രശ്നത്തിന്റെ പേരിലാണ് അയച്ചത്. ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം. അച്ഛന്മാരെന്തിനാ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ തലയിലിരിക്കും. നാളെ എന്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു, ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി. ഇത് മറച്ചു വെച്ചെന്ന ദിവസം എനിക്കെതിരെ ഇപ്പൊ പീഡനം വരും, അല്ലെങ്കിൽ കേസ് വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് പറയും. പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും. ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക, സ്ത്രീപീഡനത്തിന് കേസെടുക്കട്ടെ. അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ, അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പോലീസ് പറയുക. അപ്പൊ സാമാന്യ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റങ്ങ് തീരും. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോഴാർക്ക് മനസ്സിലാക്കിക്കോളും. പള്ളി വന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ അച്ഛൻ കാരിത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കൾ ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കാരിത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ കുറച്ചു പേര് ന്യൂസുകൾ പടച്ചുവിടുന്നത്. ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ്. ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ അടി വരെ കിട്ടി. അപ്പോ ചുങ്ക ഇടവക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ എടുക്കുമായിരുന്നു. ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മായിമ്മയും വരുമ്പോഴും തമ്മിലും കെട്ടിയോളും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. അവസാനം സഹി കേട്ടപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു. അടി കഴിഞ്ഞ് ഇവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ്. ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു. ഈ കാരിത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതിൻ്റെതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പനുമായിട്ട് തെറ്റി. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ്. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം. അത് പുറത്തു വിടാതെ, അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഗാർഹിക പ്രശ്നമാണ്, ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ്. ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ സിസ്റ്റർമാരിന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ ഭീഷണി ഒന്നും മാറാൻ പോകുന്നില്ല. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൊടുക്കാൻ. അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല. ആരും ഉപദേശിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും ഭർത്തൃ വീട്ടിലെ പ്രശ്നവുമാണ്. ഈ 2 പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കാരിത്താസ് എന്നുള്ള ഒറ്റ കാരണം, അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല. മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ്. ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം. അപ്പം കുടുങ്ങുവാണെങ്കിൽ അപ്പം കുടുങ്ങട്ടെ, അമ്മ കുടുങ്ങുവാണെങ്കിൽ അമ്മ കുടുങ്ങട്ടെ. ആ വീട്ടിലെ പ്രശ്നം പുറത്തു വിടാൻ തയ്യാറാകണം. ഇത് പുറത്തു വിടുകയല്ല, അച്ഛനും പറയല. ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്തു പറയുന്നില്ല. ഇനി ഈ കെട്ടിയോളെ തല്ലിയിട്ടുണ്ടോ, കേസ് കൊടുക്കണം. ചുങ്കങ്കാര് പറയട്ടെ തല്ലിയിട്ടില്ല. ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാർത്ഥത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കുകളുടെ പേരിലും അമ്മായിമ്മ പോയതിന്റെ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് മുതലും ചെയ്യാൻ പറ്റും. എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല.
പക്ഷേ ഈ കാരിത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു? ജോലി കിട്ടാഞ്ഞതല്ല, കുടുംബ പ്രശ്നമാണ്. തലേദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെയായിട്ട് പോയത്. ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടാണ്? മരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി മരിച്ചായിരുന്നല്ലോ. പക്ഷെ 2 പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോയി. അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ. സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല. മക്കൾക്ക് കാര്യത്താത്ത ജോലി കിട്ടാൻ കാര്യമായില്ലല്ലോ. അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ. പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം. ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാരിത്താസ് വികാരിക്ക് അറിയാമായിരുന്നു. അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ജീവൻ പോയി അദ്ദേഹം പറയുകയല്ല ഉള്ളിലെ കാര്യം. ഈ പ്രശ്നം എന്താണ്, തലേദിവസം അവിടെ എന്താ സംഭവിച്ചെന്നും പറയാം. ഇത് പുറത്തുവിടാൻ ഈ സഭയ്ക്ക് പരിമിതികളുണ്ട്, ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ നാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്താണ് സത്യം? പോലീസ് പറയുക, യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക. അത് അപ്പനാണെങ്കിലും ശരി, അമ്മായിപ്പനാണെങ്കിലും ശരി, ആ അമ്മായിമ്മയാണെങ്കിലും ശരി, എല്ലാവരും അറസ്റ്റ് ചെയ്യണം. നീ കെട്ടിയോൻ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യട്ടെ. അവനെ പെണ്ണുകത്ത് കൈവച്ചാണല്ലേ. അടിച്ചവന്മാരെ പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തനും വിടരുത്, റിപ്പോർട്ട് ചെയ്യണം, പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം. പള്ളിയിലെ അച്ഛന്മാർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. അച്ഛന്റെ പണിയല്ല കുടുംബ പ്രശ്നം തീർക്കില്ല. അച്ഛന്റെ പണി പള്ളിയും കുർബാനയും കാര്യങ്ങളും മതി. ബാക്കി അടിയും പ്രശ്നമൊക്കെ നേരെ പോലീസിൽ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും സന്തോഷം അതാണ്. ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മര്യാദയ്ക്കിരുന്നു.